കഴിഞ്ഞ 1.5 വർഷത്തിൻ്റെ കാത്തിരിപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു തരം മടിയെന്നോ പേടിയെന്നോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ലാസ്റ്റ് ഞാനൊരു ബ്രേവ് ഡിസിഷൻ എൻ്റെ ഒരു ഓപ്പറേഷൻ ഡേ ആണ്. ഞാൻ കുറേ കാലമായിട്ട് ഇത് വേണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് അവസാനം ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നെക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ മോൾ നിൽപ്പുണ്ട്. അത് ലൈക്ക് കുറച്ച് ബൾജി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കാണുന്ന എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ. അവർക്കൊരു അബ്നോർമാലിറ്റി അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഡെർമറ്റോളജിയിൽ കാണിച്ചപ്പോഴത്തേക്കും അത് ഓപ്പറേറ്റ് ചെയ്ത് മാത്രമേ കളയാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ സ്റ്റിച്ചും സൂചിയൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. ബട്ട് എൻ്റെ ഉമ്മാക്കത് എടുത്ത് കളയത്തന്നെ വേണം, അതങ്ങനെ അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ഒരു നിർബന്ധമായി. ഒടുവിൽ ഞാൻ അതങ്ങ് സമ്മതിച്ചു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ കരുതി അതായിരിക്കും അനസ്തേഷ്യ എന്ന്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു അനസ്തേഷ്യക്കുള്ളത്. അത് ജസ്റ്റ് അലർജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ മാത്രം. പിന്നെ ഒരു 2 അനസ്തേഷ്യേൻ്റെ ഇഞ്ചക്ഷൻ കൂടെ എടുത്തു. അതിൽ പിന്നെ ഞാൻ വേദന ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വേദനയെ ഞാൻ അറിഞ്ഞില്ല. എല്ലാം സ്മൂത്തായിരുന്നു. പക്ഷേ ഇത്രയും വലിയ സാധനമാണ് എൻ്റെ നെക്കിലിരുന്നതെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ലാസ്റ്റ് എടുത്തത് എന്തുകൊണ്ട് എനിക്ക് നന്നായെന്ന് തോന്നി. കാരണം ഇത് അവിടെ ഇരുന്നിരുന്നെങ്കിൽ ഇനിയും ഇതിൽ നിന്നും വലുതായേനെന്ന് പറഞ്ഞു. ഇനി ഒരു 10 days കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് ഒന്ന് ഇളക്കാനും പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം ഒരു റിവ്യൂ ചെയ്യാനും മാത്രം. നിങ്ങളുടെ ബോഡിയിലും ഇതുപോലത്തുള്ള എന്തെങ്കിലും അൺനെസസറി ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് ഹാംഫുൾ ആണോ അല്ലേന്ന് ഡയഗ്നൈസ് ചെയ്യുക. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതങ്ങ് റിമൂവ് ചെയ്ത് കളയുക. ഡോണ്ട് ഇഗ്നോർ സച്ച് തിങ്.